എന്താ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായിട്ടില്ല? എങ്ങനെയാണ് അറബികൾ ഇതിനെ പറയാറുള്ളത് നമ്മൾ നോക്കും. മനസ്സിലായില്ല? മാ ഫഹിംത്ത് മനസ്സിലായില്ല. മാ ഫഹിംത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല. മാ ഫഹിംത്ത് കലാമി എൻ്റെ പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് എന്താ നീ മനസ്സിലാക്കാത്തത്? എന്താ നീ മനസ്സിലാക്കാത്തത് പറയുന്നത്? ലേഷ് മാ തഫ്ഹം കലാമി. മനസ്സിലാക്കേണ്ട വ്യത്യാസം മനസ്സിലാക്കണേ. എഫ്ഹം എന്നെ മനസ്സിലാക്കണേ. എഫ്ഹംനി മാ തഫ്ഹമിൽ കലാം. മാ തഫ്ഹം അൽ കലാം. എൻ്റെ വർത്താനം എന്താ മനസ്സിലാവാത്തത്? മാ തഫ്ഹം കലാമി, മാ തഫ്ഹംനി, അങ്ങനെയൊക്കെ പറയാം. മാ തഫ്ഹംനി അല്ലെങ്കിൽ മാ തഫ്ഹം കലാമി എന്ന് പറയാം. അറബികൾ എപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഫഹിംതു വല്ലല, ഫഹിംത് മനസ്സിലായോ? ഫഹിംതു വല്ലല മനസ്സിലായോ ഇല്ലേ? ഫഹിംതു വല്ല മാ ഫഹിംത് മനസ്സിലായോ അതോ മനസ്സിലായില്ലയോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നീ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായില്ല. വല്ലാന മാ ഫഹിംതു വല ഷൈ, അന മാ ഫഹിംതു വല ഷൈ. വല ഷൈ എന്നാൽ ഒരു വസ്തുവും ഒന്നും മനസ്സിലായില്ല. മാ ഫഹിംത്. ഓക്കെ, അപ്പോൾ ഫഹിംതു വല്ല മാ ഫഹിംത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ മാറ്റർ എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? എന്താ അവന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ലേഷ് മാ യഫ്ഹം കലാം, ലേഷ് മാ യഫ്ഹമിൽ കലാം. അങ്ങനെ മതി. ലേഷ് മാ യഫ്ഹമിൽ കലാം. എന്താ നിനക്ക് പറഞ്ഞ് മനസ്സിലാവാത്തത്? ലേഷ് മാ തഫ്ഹം കലാം. എൻ്റെ വാക്കുകളൊന്നും നീ എന്താ മനസ്സിലാക്കാത്തത്? ലേഷ് മാ തഫ്ഹം കലാമി. സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വാക്കിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെ മനസ്സിലാക്കുന്ന പോയിൻ്റാണ്. ഇനി അത് പാസ്റ്റിലേക്കായാൽ നിനക്ക് മനസ്സിലായില്ലേ പഹയാ എന്ന് ചോദിക്കും. മാ ഫഹിംതൽ കലാം യാ ഹിമാർ അങ്ങനെ ചോദിക്കും. മാ ഫഹിംതൽ കലാം യാ ഹിമാർ, കഴുതേ നിനക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ കുറച്ച് ഓവറാ. ഏതായാലും മനസ്സിലാക്കുക എന്ന കൃത്യമായ ഫഹിംത് മാ ഫഹിംത് മാ തഫ്ഹം, ഈ വ്യതിയാനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാവണം ഈ മനസ്സിലാവുക എന്ന ഈ പദത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ശുക്രൻ. മഅസ്സലാമ.